എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാം എന്ന് സിമ്പിളായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് ലൈവായി വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു യൂട്യൂബ് ക്രിയേറ്റ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന യൂട്യൂബ് ക്രിയേറ്റ് യൂട്യൂബ് നമുക്കായിട്ട്, അതായത് ക്രിയേറ്റേഴ്സിനായിട്ട് ചെയ്തു തന്നിരിക്കുന്ന ഒരു ഫ്രീ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് യൂട്യൂബ് ക്രിയേറ്റ്. ഓക്കെ, ഈ യൂട്യൂബ് ക്രിയേറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാവുന്നത് ഇടത്തെ സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ക്രിയേറ്റ്, അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം യുവർ പ്രൊജക്റ്റ്, ഏറ്റവും താഴെ വലത്തെ അറ്റത്തായിട്ട് ആഡ് ചെയ്യാനുള്ളൊരു ചിഹ്നം. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നതൊന്നും ഇവിടെ ഉണ്ടാവില്ല, നേരെ മറിച്ച് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് ഒരു സിസ്റ്റം. ഓക്കെ, അങ്ങനെ ഞാൻ ഇപ്പോൾ നേരെ ഒരു യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷനിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി എനിക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഞാനല്ല, നിങ്ങളായിട്ട് വേണം നിങ്ങളെ കണക്കൂട്ടാൻ കേട്ടോ. ഈ ചെയ്യുന്നത് നിങ്ങളായിട്ട് കണക്കൂട്ടണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഏറ്റവും താഴെ വലത്തെ വശത്ത് പ്ലസ് എന്നൊരു ഐക്കൺ ഉണ്ട്, അതങ്ങോട്ട് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ ഒരു 3 ഓപ്ഷൻസ് മേലെ ഉണ്ടാവും. ഒന്ന്, ക്രിയേറ്റിൻ്റെ തൊട്ട് താഴെ നോക്കുക, ഗാലറി. അതിൻ്റെ തൊട്ട് താഴെ വീഡിയോ, ഫോട്ടോസ്. അതിൻ്റെ തൊട്ട് താഴെ ബ്ലാങ്ക് ക്ലിപ്പ്. നമുക്കിവിടെ ഒരു ബ്ലാങ്ക് ക്ലിപ്പ് എടുക്കാം. ആദ്യം നിങ്ങൾ എടുക്കണമെന്നില്ല കേട്ടോ, ഞാൻ ആ ബ്ലാങ്ക് ക്ലിപ്പ് എന്താണെന്ന് പറഞ്ഞിരുന്നതിനാണ്. ഇത് നിങ്ങൾ വിട്ടേക്കാം. നമ്മൾ വീണ്ടും അതിനകത്തൊരു വീഡിയോ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏത് വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത് എന്നതൊരു ഘടകമാണ്. ഉദാഹരണം, നിങ്ങൾ ഹൊറിസോണലാണോ, അതായത് ഫോൺ ചെരിച്ച് പിടിക്കുന്ന വീഡിയോ ആണോ, മറ്റേ ലാൻഡ്സ്കേപ്പാണോ, ലാൻഡ്സ്കേപ്പും ഹൊറിസോണലും ഒരുപോലെയാണ്. മറ്റത് പോർട്രേറ്റ് മോഡാണ്, നമ്മൾ ഷോർട്സിലൊക്കെ എടുക്കില്ലേ, ആ മോഡ് കേട്ടോ. ഇനി ആ മോഡാണോ എടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഒരു നമ്മൾ ഷോർട്സ് എന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഷോർട്സ് എന്ന് പറയാം. യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്ന ഫോർമാറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. സെലക്ട് ചെയ്യുമ്പോൾ താഴെ തന്നെ ട്രിമ്മും വരും, ഇമ്പോർട്ടും വരും. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് ഇവിടെ കിടപ്പുണ്ട്, അത് ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മുന്നേ ഒരു ബ്ലാങ്ക് ക്ലിപ്പ് എടുത്തിരുന്നല്ലോ. ഈ ബ്ലാങ്ക് ക്ലിപ്പിൽ നമുക്കൊരു കാര്യം ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യണം? ഇപ്പോൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓവർലേ എടുക്കുക. ഓവർലേ എടുത്തതിന് ശേഷം അത് ഗാലറി തന്നെ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫോട്ടോസ് എടുക്കാം. ഞാൻ നേരെ ഇമ്പോർട്ട് അടിക്കുകയാണ്. ഞാൻ നേരെ ലൈവ് സ്ട്രീമിംഗ് എന്നൊരു ഓവർലേ എടുക്കുകയാണ്. ഈ ഓവർലേ എനിക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു വീഡിയോയും ഈ ബ്ലാങ്ക് ക്ലിപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഓവർലേ ഞാൻ ചെയ്തിരിക്കുന്നത് കറക്റ്റ്, നിങ്ങൾ ഈ ഗൈഡ് ലൈൻ കണ്ടോ, ഈ ഒരു വെളുത്ത വര, ഈ ഇപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തു, രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്തു. ഓക്കെ, ഈ രണ്ടിൻ്റെയും ഈ സൈഡിൽ വരുന്ന വെളുത്ത വരയാണ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ഗൈഡ് ലൈൻ്റെ അവിടെ ചെല്ലാം. നമുക്ക് ഇത് പകുതി മതി. നമുക്ക് ബാക്കി നമുക്ക് വേറൊരു വീഡിയോ ചേർക്കണം എങ്കിൽ ഇത് നേരെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് വലതുവശത്ത് സ്ക്രീനിൻ്റെ ഒരു നടുവിന് തൊട്ട് താഴെയായിട്ട് ഒരു കത്രികയുടെ ചിഹ്നം കാണാം. ഇടതുവശത്ത് ഏറ്റവും താഴെയായിട്ട് കത്രികയുടെ ചിഹ്നം കാണാം. രണ്ടിൽ ഏത് ഉപയോഗിച്ചാലും സംഗതി കട്ടാവും. അതിനുശേഷം ഏത് ക്ലിപ്പാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സ്ക്രീനിൻ്റെ നടുവശത്തിന് തൊട്ട് താഴെ ഡിലീറ്റിൻ്റെ ചിഹ്നം ഉണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും താഴെ ക്ലിപ്പ് സെലക്ട് ചെയ്ത് വരുന്ന ടൂൾസ് കിറ്റിൽ ഏറ്റവും താഴെ ഏറ്റവും വലതുവശത്ത് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാം. നേരെ ഡിലീറ്റായി. ഇനി നമുക്കിവിടെ ഒരു വീഡിയോ ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. എനിക്ക് കുറച്ച് നേരം ഓവർലേ പിക്ചർ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ വീഡിയോസ് ഒന്നും എടുത്ത് നമ്മളതിൻ്റെ മേലെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരെ ബ്ലാങ്ക് ക്ലിപ്പ് എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ നേരെ അത് എടുക്കുന്നു. ഒരു ചെറിയ വീഡിയോ, ഒരു 46 എൻ്റെ വീഡിയോ തന്നെ എടുക്കാം. 15 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാനെടുത്ത വീഡിയോ ആണ് കാണുന്നത്. ഓക്കെ,
വീഡിയോ എടുത്ത വഴി നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ വെച്ചിരിക്കുന്ന ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഏരിയനെ വർക്ക് ഏരിയ എന്ന് പറയാം. ഈ വർക്ക് ഏരിയയിൽ നിങ്ങൾ കാണുന്ന ഇമേജ് നമ്മൾ എടുത്തിരിക്കുന്ന അളവ് ഞാൻ കാണിച്ചു തരാം. വലതേ വശത്ത് ഏറ്റവും മുകളിൽ 3 ഡോട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ നിങ്ങളുടെ സൈസ് കിടക്കുന്നത് 9x16 ആണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ഷോർട്സിൻ്റെ സൈസിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം. ഏതിലാണെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ സൈസിലാണെങ്കിൽ. അതല്ല നിങ്ങൾ ചെയ്യുന്ന ഷോർട്സ് ആണെങ്കിൽ 9x16 ഇങ്ങനെ കാണുള്ളൂ. ഇങ്ങനെ ബ്ലാങ്ക് ക്ലിപ്പിൽ നിങ്ങൾ ഓവർലേ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ, അത് ഷോർട്സിലായാലും നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നമ്മൾ ഫോണിൽ ഫോട്ടോ സൂം ചെയ്യാനായിട്ട് നമ്മൾ വിരൽ കൊണ്ട് കാണിക്കില്ല, അതേപോലെ തന്നെ വിരൽ കൊണ്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ വലുതാവുകയും ചെയ്യും, വിരലൊന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതാവുകയും ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിന് അത് ക്രോപ്പ് ചെയ്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും, കണ്ടില്ലേ, ഇങ്ങോട്ട് ചരിക്കാം, അങ്ങോട്ട് ചരിക്കാം, നേരെ അങ്ങോട്ട് എടുത്തിടാം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് അവിടെ സൂമായിട്ട് അങ്ങോട്ട് കിടന്നല്ലോ. ഇപ്പോൾ എന്നെയും എൻ്റെ വൈഫിനെ കറക്റ്റ് ഞാൻ ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നേരെ ഇത് ചെയ്തിടാവുന്നതേ ഉള്ളൂ. ഓവർലേ ഞാൻ നേരത്തെ പ്ലസ് ആണ് എടുത്തത്, നമ്മൾ വീണ്ടും ഓവർലേ എടുക്കുകയാണ്. ഓവർലേ എടുത്തിട്ട് ഓക്കെ, ഞാൻ നേരത്തെ കൊടുത്തത് ഓവർലേ ആയിരുന്നില്ല, ഞാൻ നേരത്തെ കൊടുത്തത് ക്ലിപ്പ് ആഡ് ചെയ്യാണ് ചെയ്തത്. അതിൻ്റെ പേരിലാണ് നമ്മുടെ ബ്ലാങ്ക് ക്ലിപ്പിൻ്റെ പുറത്തായിട്ട് അത് വന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഓവർലേ കൊടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഞാൻ ഓവർലേ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. നമ്മുടെ ബ്ലാങ്ക് ക്ലിപ്പ്, ഈ താഴെ കാണുന്ന ബ്ലാങ്ക് ക്ലിപ്പ്, അതിൻ്റെ തൊട്ട് മേലെ കാണുന്നത് ഓവർലേ, അത് കൊടുത്തത് ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ബാക്കി ഉള്ള സെലക്ഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ലൈവ് സ്ട്രീമിംഗ് ഓവർലേ. ഓക്കെ, ഈ ബ്ലാങ്ക് ക്ലിപ്പ് അതിൻ്റെ പേരിലാണ് ഇത് ഓവർലേ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഓവർലേ സെലക്ട് ചെയ്യുന്നു, വലുതാക്കുന്നു, ജസ്റ്റ് ഒന്ന് നടുക്ക് നീക്കുന്നു, കറക്റ്റ് ആ ലൊക്കേഷനിൽ എന്നെ വൈഫിനെ മാത്രം ഫോക്കസ് ചെയ്ത് വരുത്തുന്നു. ഓക്കെ, ഇത് തന്നെ ഇതേ സംഭവം ആസ്പെക്ട് റേഷ്യോ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. കണ്ടില്ലേ, കറക്റ്റ് ആ സ്ക്രീനിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ വരും. അപ്പോൾ ഇതിൽ നിന്നും ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചു, ആ ക്ലിപ്പ് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു, ആ ക്ലിപ്പിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറാനായിട്ട് പഠിപ്പിച്ചു. ഇതേ ആസ്പെക്ട് റേഷ്യോ 1:1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം 1:1 ആണ്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിരുന്ന വർക്ക് ഷോർട്സിൻ്റെ ഫോർമാറ്റായ 9:16 സോ നമ്മൾ ബാക്ക് ടു 9:16. നമ്മൾ നേരെ അതിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഓവർലേ ചെയ്ത് ഒരു വീഡിയോയോ ഒരു പിക്ചറോ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. അത് കണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇനി ഞാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞത് ഡിലീറ്റ് ചെയ്യാണ്. ഈ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഉണ്ടായ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നമ്മൾ ആ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പോവുകയാണ്. അതിനായിട്ട് ക്ലിപ്പ് സെലക്ട് ചെയ്യാതെ, അതായത് ഔട്ട്സൈഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുന്നത് ഓവർലേ, ടെക്സ്റ്റ്, സ്റ്റിക്കർ, സൗണ്ട്, വോയിസ് ഓവർ, ക്യാപ്ഷൻസ്, ക്യാൻവാസ്, ആസ്പെക്ട് റേഷ്യോ, ഇത്രയും ടൂൾസാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഓവർലേ പറഞ്ഞല്ലോ. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കാണിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ഞാനിപ്പോൾ ഇതിൽ അടിക്കണം, മറ്റേ ടൊമാറ്റോസ് അടിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ജസ്റ്റ് ടൊമാറ്റോസ് എന്നാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാം, മലയാളത്തിൽ അടിക്കാം, ഇംഗ്ലീഷിൽ അടിക്കാം. പക്ഷേ എന്തടിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സാധനം മലയാളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഞാൻ അടിച്ചല്ലോ, ഇതിലടിച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് വലിച്ചിടാം. ഇതിൽ ഏത് വശത്തേക്ക് വേണമെങ്കിലും സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ സംഭവം വലിച്ചിടാം കേട്ടോ, വലിച്ചിടാം. ഓക്കെ, വലിച്ചിടാം. പ്ലസ് നിങ്ങൾക്ക് ഇതൊന്ന് സ്റ്റൈല് മാറ്റണം. അതിനൊറ്റ മാർഗമുള്ളൂ, ജസ്റ്റ് ആ ക്ലിപ്പ് നമ്മൾ എന്താണോ എഴുതിയത് അതിലൊന്ന് ടച്ച് ചെയ്യാം.
സ്പ്ലിറ്റ് ഉണ്ട്, എഡിറ്റ് ഉണ്ട്. എഡിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 കുത്തും കൂടി ചേർക്കണം അതിൻ്റെ ഉള്ളിൽ. അപ്പം നേരെ ഇപ്പോൾ ഇത് മൊത്തം സെലക്ട് ആയിരിക്കണം. ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തത് മൊത്തം മാറും. സോ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനായ ലെറ്റർ ടൈപ്പ് ചെയ്യാനുള്ള ഇതിലോട്ട് പോകും. ഒരു 3-4 കുത്തുകൂടിയാണ്. ഓക്കെ, ടൊമാറ്റോസ് ഇട്ടപ്പോൾ അതിൽ പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അലൈൻ ചെയ്ത് സ്ക്രീനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സെലക്ഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നേരെ വീണ്ടും സെലക്ട് ചെയ്ത് സ്റ്റൈൽ എടുത്തിട്ട് സൈസ് നിങ്ങൾക്ക് കൂട്ടാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസിൽ ഈ സംഭവം നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, അതുണ്ട് ഫോണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറല്ല സ്റ്റൈല് ഫോണ്ട് നിങ്ങൾക്ക് ഇതിലോട്ട് വരുത്താം. ആലക്സ് ബ്രഷ് ഉപയോഗിക്കാം, കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഫോണ്ടിലൊന്ന് വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, വീണ്ടും ഫോണ്ട് സെലക്ട് ചെയ്യാം. ഫോണ്ട് നമ്മളെടുത്തു. ഇനി ഏത് കളർ വേണം? ബ്ലാക്ക് വേണോ, ഗ്രേ വേണോ, റെഡ് വേണോ? ഇതിലേത് കളർ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. ഇനി അതല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ മഴവില്ല് കളർ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സേവ് കൊടുത്താൽ ആ ഒരു കളറിലോട്ട് അത് മാറും. നമ്മൾ വൈറ്റ് തന്നെ ചൂസ് ചെയ്യാനും. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതൊന്ന് സെപ്പറേറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റോ ബ്ലാക്കോ, വൈറ്റ് കൊടുത്തൊന്നും കാണില്ല, ബ്ലാക്കോ ഗ്രേയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് കണ്ടില്ലേ, റേഡിയസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അതിൻ്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അതിനുവേണ്ടി ഞാൻ കളർ റെഡ് ആക്കുമ്പോൾ കണ്ടില്ലേ സൈഡിൽ വളഞ്ഞ് വരെയാണ്, കണ്ടില്ലേ? അതിൻ്റെ റേഡിയസ് നമ്മൾ കുറച്ചിട്ടേക്കാണ്. അതിൻ്റെ പേരിൽ തന്നെ ഷാർപ്പായിട്ടുള്ള അഡ്ജസ്റ്റാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനുള്ളത്. ഒപ്പാസിറ്റി ഇപ്പോൾ ഈ കാണിച്ച റേഡിയസിൻ്റെ തൊട്ട് മേലെ ഒപ്പാസിറ്റി നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് നോക്കിക്കോളൂ, മൊത്തമായിട്ട് അങ്ങോട്ട് പോകും. ഈ ചെറുതായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതാവും. ഇനി അതല്ല ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ടെക്സ്റ്റ് ഇതേപോലെ തന്നെ ജസ്റ്റ് ഫോണ്ട് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നണ്ണ് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വീണ്ടും മാറ്റണം. ഡണ്ണ് കൊടുത്തിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കളറിൻ്റെ അവിടേക്ക് വരെയാണ്. ഓപ്പാസിറ്റി മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ കുറയ്ക്കാം. ഓക്കെ, ഓപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല മാറ്റം വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് എഴുതി കാണിക്കും, ഉദാഹരണം നിങ്ങളുടെ പേര് എഴുതി കാണിക്കണം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് എഴുതുന്നതെങ്കിൽ ഫോണ്ട് ക്യാൻസൽ സെലക്ട് ചെയ്തതിന് എഡിറ്റ് എടുത്തു. ഞാൻ ഇപ്പോൾ കണ്ടില്ലേ സെലക്ഷൻ മോഡ് ചെയ്താൽ തന്നെ നമ്മൾ ബാക്ക് സ്പേസ് അടിക്കേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ നമുക്കത് കയറാൻ പറ്റിയിട്ടുണ്ട്. R4 റിയാസ് ഞാനിങ്ങനെയല്ല അടിക്കാറ്, ഞാൻ സ്പേസ് ഇട്ട് അടിക്കാറ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 കുത്തുക, ഡൺ അടിക്കാം. R4 റിയാസ് വന്നു. ഇങ്ങനെ സൈഡിലോട്ട് ഇടുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഈ ഒരു സൈഡിലോട്ട് ഞാൻ ഇടുകയാണ്. സൈഡിലോട്ട് ഇടുന്ന സമയത്ത് സ്റ്റൈൽ എടുക്കുകയാണ്. ഞാൻ എൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. നന്നായിട്ട് ഞാൻ കുറച്ചു. വീണ്ടും അതിൻ്റെ സ്പേസ് ഡൺ കൊടുത്തതിന് ശേഷം അത് അലൈൻ ചെയ്യാണ്. ഈ അറ്റത്ത് കൊണ്ടുവന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കാണാമല്ലോ, അത് ഇച്ചിരി തെളിഞ്ഞ് നിൽക്കുകയാണ്. ഞാനതുകൊണ്ട് കുറയ്ക്കുകയാണ്. ഓപ്പാസിറ്റി ഞാനൊരു 50 ആക്കി വെക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം, എന്നാലോ നിങ്ങൾക്കത് കാണുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ വോയിസ് ഞാൻ കുറയ്ക്കുകയാണ്. അതിനായിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോയുടെ ക്ലിപ്പ് ഇതേപോലെ സെലക്ട് ചെയ്യുക. അടിയിൽ വരുന്ന ടൂൾസിൽ ഒന്ന് ലെഫ്റ്റോട്ട് സ്ക്രോൾ ചെയ്താൽ വോളിയം ഒന്ന് കാണാം. വോളിയം ഞാൻ നന്നായിട്ട് കുറച്ച് വെക്കണം, എന്നാലും നമുക്ക് എഡിറ്റിങ്ങിന് ഇനി പറ്റുള്ളേ. കണ്ടില്ലേ, വോളിയം കംപ്ലീറ്റ് കട്ടായില്ലേ, കണ്ടില്ലേ? ആ റിയാസ് എന്നുള്ള ഭാഗം അവിടെ തന്നെ നിന്നു. ഓക്കെ, ഞാനിത് ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയാണ് ഫോക്കസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഫോണ്ട് നമ്മൾ പഠിച്ചു. അടുത്തത് ഡീസെലക്ട് ചെയ്തു. നമ്മളിപ്പോൾ ഒരു ക്ലിപ്പും സെലക്ട് ചെയ്തിട്ടില്ല, സ്റ്റിക്കറാണ്. നമുക്കിപ്പോൾ സ്റ്റിക്കർ ആഡ് ചെയ്യണം. നെറ്റിൻ്റെ സ്ലോ കാരണം നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ റൂമിൽ നിന്ന് മാറി ഇരിക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും നോയ്സ് വന്നാൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ സ്റ്റിക്കർ നമുക്ക് ആഡ് ചെയ്യാം. ഈ സ്റ്റിക്കർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇതൊരു ആനിമേഷനുള്ള സ്റ്റിക്കറാണ്. സോ ഞാനിത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യണത്, ഈ സ്റ്റിക്കർ ഒന്ന് ചെറുതാക്കുകയാണ്. അതിന് നിങ്ങൾ ഫോട്ടോ സൂം ഇന്നും
സൂം ഔട്ടും ചെയ്യുന്ന പരിപാടിയില്ലേ, സെയിം പരിപാടി തന്നെ പിഞ്ചിനും പിഞ്ച് ഔട്ടുമാണ്. അപ്പോൾ നേരെ ചെയ്തു, നേരെ ഈ സ്റ്റിക്കർ വലിച്ചുകൊണ്ടുപോയി ഏറ്റവും മുകളിൽ ഒരു സൈഡിലായിട്ട് ഇട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് വരുമ്പോൾ ഒരു ഗ്രീൻ ലൈൻ വരും. ഗ്രീൻ ലൈൻ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിത് പ്ലേ ചെയ്യുന്നു. പ്ലേ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് കാണാം. സോ ഈ ആനിമേഷൻ ഞാനിപ്പോൾ ഇതൊരു ക്ലിപ്പ് ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ 3 ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കാണിച്ചു തരാം. ഒരു ക്ലിപ്പ് ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്ലിപ്പും മൂന്നാമത്തെ ക്ലിപ്പും. ഓക്കെ, ഈ ക്ലിപ്പിൻ്റെ ഇവിടം വരെ എനിക്ക് ഈ ആനിമേഷൻ മതി. ഇത് കഴിഞ്ഞിട്ട് വേറെ ആനിമേഷനാണ് വേണ്ടത്. സോ ഇവിടെ വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്യണം. വീണ്ടും നമ്മൾ ട്രിം ബട്ടൺ ഉപയോഗിച്ച് കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തു. എനിക്ക് ഇവിടെ നിന്നും വേണ്ടത് വേറെ സ്റ്റിക്കറാണ്. അതിനുവേണ്ടി നമ്മൾ ഔട്ട് സൈഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സ്റ്റിക്കർ എടുക്കാം. ഇതേപോലെ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, നിങ്ങളുടെ ഇതിലെടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതേപോലെ ഇഷ്ടം പോലെയുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് ഒരുപാട് എണ്ണം അവൈലബിൾ ആണ്. മാത്രമല്ല ജിഫ് ഉണ്ട്, കണ്ടില്ലേ, ഇതേപോലെ ഒരുപാട് ജിഫും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഷോർട്സിന് വേണ്ടി ഉപയോഗിക്കാം. പ്ലസ് ഇമോജികളുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന ഒരു ഉപയോഗിക്കാവുന്നതാണ്. സോ ഞാൻ സ്റ്റിക്കേഴ്സ് തന്നെ വീണ്ടും എടുക്കുകയാണ്. സ്റ്റിക്കേഴ്സിൽ ഞാൻ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ആഡ് ചെയ്യുകയാണ് രണ്ടാമത്തേൽ. ഇതിലും സെയിം പരിപാടി തന്നെ പിഞ്ച് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഏറ്റവും ചെറുതാവും. ഇത് നേരെ കൊണ്ടുപോയി ഞാനെന്നാൽ വലത്തെ അറ്റത്തിടുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ കൈയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ഫ്രെയിം എവിടെ എത്തിയെന്ന്. സോ നിങ്ങൾ ആ ഗ്രീൻ ലൈൻ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഗ്രീനും മേലെ സൈഡിൽ ഗ്രീൻ ആയപ്പോൾ കണ്ടില്ലേ, റെഡ് എന്ന് വെച്ചാൽ ഔട്ടാണെന്നാണ്, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടില്ല എന്നാണ്. സോ നമ്മൾ കറക്റ്റ് ആക്കുമ്പോൾ രണ്ട് സൈഡിലും ഈ ഗ്രീൻ കറക്റ്റാവും. ഗ്രീനായി, ഇവിടെയും ഗ്രീനായി. ഓക്കെ, അവിടെ ഇട്ടു. ഇനി ആനിമേഷൻ ചെക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടണാണ്, അത് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. സോ അത് ഈ ക്ലിപ്പ് വെച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യണേ. താഴെ ശ്രദ്ധിക്കുക, വീഡിയോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതാണ്. സോ അവിടെ വെച്ചിട്ട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഈ വീഡിയോയുടെ അതിരിൽ വെച്ചിട്ട് ഞാനിത് വീണ്ടും ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ വീണ്ടും ആ ക്ലിപ്പ് ഈ നമ്മുടെ വർക്ക് ഏരിയയിൽ നമ്മൾ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യണം. ഏത് നമ്മളിട്ട സ്റ്റിക്കർ സെലക്ട് ചെയ്യണം. ഓക്കെ, ട്രിം ചെയ്യാണ്. 2 കത്രിക ഉപയോഗിക്കാം, ഒന്ന് വലത്തെ വശത്തും 2 ഇടതേ വശത്തും. ട്രിം ചെയ്തു, ബാക്കി വന്നത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റിക്കർ നമ്മൾ എടുക്കുകയാണ്. നല്ല സ്റ്റിക്കർ നോക്കി നമുക്ക് പറഞ്ഞോടാം. നിങ്ങളുടെ ഭാവന അനുസരിച്ച് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ മാറ്റാട്ടോ. ഇതിലിപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ എന്തായാലും നമ്മൾ ഇട്ടതല്ലേ, നമുക്കിത് മാറ്റി വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ഒരുപാട് എണ്ണമുണ്ട്. നിങ്ങളുടെ ഒരു ആർട്ട് അനുസരിച്ച്, നിങ്ങളുടെ മനസ്സിലൊരു ആർട്ട് ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് നിങ്ങളതൊന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ടൈം പീസിൻ്റെ ചിഹ്നം ഇടാം. ഓക്കെ, ടൈം പീസിൻ്റെ ചിഹ്നം എടുത്തിട്ട് ഞാൻ നേരെ അത് ഒന്ന് പിഞ്ച്, ഇത് ഞാൻ കറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ ഞാൻ താഴെ കൊണ്ടുവന്നിടുകയാണ്. ഓക്കെ, താഴെ കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തതിൻ്റെ അകത്ത് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഏറ്റവും മേലെ ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ആ മേലുള്ളത് കുറച്ചൊന്ന് വലുതാക്കാം. കുറച്ചൊന്ന് വലുതാക്കിയാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ സെലക്ഷൻ. കുറച്ചൊന്ന് വലുതാക്കാം. എൻ്റെ കൈയുടെ വലിപ്പം കാരണം എനിക്കത് വലുതാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് എത്തണം. ഓക്കെ, ഞാനത് നേരെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം.
ചെറിയൊരു ചെരുവുണ്ടായിരുന്നു, ചെരുവൊക്കെ കറക്റ്റാക്കി ഞാൻ പ്ലേസ് ചെയ്യണം. നേരെ നിങ്ങൾക്ക് കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ചെറുതാണല്ലോ, നമുക്ക് അതും കൂടി ഒന്ന് വലുതാക്കിയേക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. സബ്സ്ക്രൈബ് ബട്ടൺ ഞങ്ങളിപ്പോൾ ചെറുവല്ല വെച്ചിട്ട് സാധനം ചെറുതാക്കുകയും ചെയ്യണേ. ഓക്കെ, അവിടെ കൊണ്ടുവന്ന് വെച്ചൊക്കെയാണ്. അല്ല വേണ്ട, ഇത് നേരെ നടക്ക് കിടക്കട്ടെ, ഒരാൾ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അത് പ്ലേ ചെയ്യാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു, അതിൻ്റെ അകത്ത് ഞാനൊരു സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്തു. എൻ്റെ ചാനലിൻ്റെ പേര് നടുക്ക് ഒന്ന് കനം കുറച്ച് ആഡ് ചെയ്തു. കാണുന്നില്ലേ? രണ്ടാമത് നമ്മൾ സമയം ടൈം എന്നുള്ളതിൽ ആഡ് ചെയ്തു. ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്കൊരു മ്യൂസിക് ആഡ് ചെയ്യണം. ഇനി സ്വല്പം മ്യൂസിക് ആവാം. അതിനായിട്ട് നമ്മൾ ബ്ലാങ്ക് ആണ് ക്ലിപ്പ്. ഇതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതും സെലക്ഷനാണ്. ഇത് മറ്റേ വീഡിയോ സെലക്ഷൻ. ഇത് എൻ്റെ പേര് സെലക്ട് ചെയ്തത്, എൻ്റെ പേര് എഴുതി സെലക്ട് ചെയ്തത്. രണ്ടാമത്തത് നമ്മൾ സ്റ്റിക്കർ അടിച്ച് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മ്യൂസിക് ആഡ് ചെയ്യാം. ഓക്കെ, മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്തു. ഹിപ്പ് ഹോപ്പ്, പോപ്പ്, അങ്ങനെ കുറേ എണ്ണം ഇവിടെ കാണാം. ഞാൻ അതിൻ്റെ അകത്ത് സൗണ്ട് ട്രാക്കല്ല, തൽക്കാലം ഒരു ഫാമിലി എന്നുള്ളത് ആഡ് ചെയ്യാം. അതിൽ ഏതൊക്കെ മ്യൂസിക് ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം കേട്ട മ്യൂസിക് തന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്യണം. ഈ ടൈം പിടിക്കണം നോക്കണ്ട കേട്ടോ, നിങ്ങളടുത്ത് നെറ്റിൻ്റെ സ്പീഡ് എല്ലാം കണക്കൂട്ടിയായിരിക്കും ഈ ടൈം എടുക്കുക. ഇത് മൊത്തം എത്ര സമയമാണോ അത്രയും സമയമൊന്നും വരില്ല. നമ്മുടെ ക്ലിപ്സ് ആ സമയത്തിനേക്കാൾ കുറവാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് സ്യൂട്ട് ആയിക്കോളും. നമ്മളിപ്പോൾ ഇത് പ്ലേ ചെയ്യണം. ഇതിലിപ്പോൾ നമ്മളൊരു വീഡിയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടൂൾസ് പരിചയപ്പെടുത്താം. ഇനി വീഡിയോയിൽ കിട്ടുന്ന കമൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് വീഡിയോ ചെയ്യാം. ഓവർലേ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിച്ചു. ഓവർലേ എന്താണ്? ഇതിൻ്റെ അകത്തോട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്ന പരിപാടിയാണ് ഓവർലേ. അതിപ്പോൾ ഒരു ഫോട്ടോ ആവാം. ഞാനിപ്പോൾ ഒരു ലൈവ് എന്നുള്ളൊരു ഫോട്ടോ ഇതിനകത്ത് ഓവർലേ ചെയ്യണം. ഓവർലേ ചെയ്ത് ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒന്ന് ലൈവ് എന്നുള്ളത് ഓവർലേ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ മതി. നമ്മളിപ്പോൾ സ്ക്രീനിൽ ഓവർലേ ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടൂൾസിൽ ഓവർലേ ആഡ് ചെയ്യാൻ പഠിച്ചു, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പഠിച്ചു, സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പഠിച്ചു, സൗണ്ട് ആഡ് ചെയ്യാൻ പഠിച്ചു, വോയിസ് ഓവർ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്, ക്യാപ്ഷൻസ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻസ് ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. യൂട്യൂബിൻ്റെ AI ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു ക്യാപ്ഷൻ ക്രിയേഷൻ അടിപൊളിയാണ്. നിങ്ങളായിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. അത് ടെക്സ്റ്റ് വഴിയും കൊടുക്കാം, ഈ ക്യാപ്ഷൻസ് ത്രൂവും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പ്ലേ ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിലെന്ത് സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് വഴി എഴുതി അറിയിക്കാം. നമ്മളത് ക്ലിയർ ചെയ്തിട്ടുള്ള അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ 2 ദിവസമായി ലൈവ് ഉണ്ടായിരുന്നു. പക്ഷേ നെറ്റിൻ്റെ എന്തോ പ്രശ്നം കാരണം ലൈവിൻ്റെ കാര്യം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അവർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.